പുലിവാൽ കല്യാണം സിനിമയിൽ മാലിന്യത്തിന്റെ നാറ്റം വന്നപ്പോൾ കൊച്ചി എത്തിയെന്ന് സലീംകുമാർ പറഞ്ഞതുപോലെയാണ് കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലേക്കുള്ള വരവും പ്രഹസനവുമൊക്കെ. കൊച്ചിയും ബ്രഹ്മപുരവും ഒക്കെ മാറിയെങ്കിലും കൂട്ടിലടച്ച തത്തയായ ഇ ഡി പഴയപടി തന്നെ. ഒരു വിദ്വാൻ പറഞ്ഞ പോലെ ഇ ഡി എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടി തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ ചാടി വീണിരിക്കുന്നു. കരിവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ CPIMന്റെ മുതിർന്ന നേതാക്കളെ പ്രതികളാക്കി ഇ ഡി രാഷ്ട്രീയ പ്രേരിത കുറ്റപത്രം നൽകിയതിന് പിന്നിലെ ഗൂഢാലോചന തിരിച്ചറിയാൻ അധികം മെനക്കെടേണ്ട. ഒന്ന്, ഇ ഡിയുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയുള്ള പതിവ് കുഴലൂത്ത്. പിന്നെ കൈക്കൂലി കേസിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ സംസ്ഥാന വിജിലൻസ് അന്വേഷണവുമായി നീങ്ങുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള പകരം വീട്ടൽ. UDFനും BJPക്കും വേണ്ടി തരാതരം പോലെ PR വർക്ക് നടത്തുന്ന ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഒരു പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ ഇ ഡിക്ക് കഴിയൂ. കാരണം ഇ ഡിയുടെ ജാതകവും ചരിത്രവുമൊക്കെ നല്ല പച്ചവെള്ളം പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമാണ്. മാതൃകാപരമായി പൊതുജീവിതം നയിക്കുന്ന, അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജീവിതം കൊണ്ട് പോരാടുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നവർ അപഹാസ്യരാകുകയേ ഉള്ളൂ. അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാനും ബാങ്കിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിച്ച് നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനും സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് CPIM നേതാക്കൾ. ഇവർക്കെതിരായ കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും രാഷ്ട്രീയം മാത്രമാണ് പിന്നിലെന്നും തിരിച്ചറിയാൻ കരിവന്നൂരിലെ മുൻ കേസുകൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ, തോമസ് ഐസക്കിനെതിരായ കിഫ്ബി കേസ് എന്നിവയുടെ സ്ഥിതി എന്തായെന്ന് നോക്കിയാൽ മതി. ഇ ഡി സകല പരിധിയും ലംഘിക്കുന്നുവെന്നും ഫെഡറൽ സംവിധാനത്തെ തന്നെ അപകടപ്പെടുത്തുന്നുവെന്നും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കരുവന്നൂരിലെ ഇടപെടലും. BJP ഇറക്കിയ 53.4 കോടിയുടെ കുഴൽപ്പണക്കേസിന്റെ കുറ്റപത്രത്തിൽ നിന്ന് BJP ഒഴിവാക്കിയ അതേ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ CPIMന്റെ പിന്നാലെ വ്യാജ ആരോപണവും ചാർത്തി വേട്ടയാടാൻ വരുന്നത്. എരിവും പുളിയും കൊടുക്കാൻ മനോരമയടക്കം കുറച്ച് CPIM വിരുദ്ധ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് ആവേശവും കൂടും. ഇന്ന് ഒന്നാം പേജിലും ഉള്ളിൽ ഒരു പേജോളവും ഇ ഡിയുടെ തിരക്കഥ മനോരമ അതേപടി അച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ കൈക്കൂലിക്കാരായ ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഏജന്റുമാർ തെളിവ് സഹിതം പിടിയിലായപ്പോൾ മനോരമയ്ക്ക് ഈ ആവേശം ഇല്ലായിരുന്നു. ഏതോ മൂലയിൽ കൊടുത്തെന്ന് വരുത്തി. ഇ ഡി നടത്തുന്ന രാഷ്ട്രീയ വേട്ടകളെക്കുറിച്ച് മനോരമയ്ക്ക് ലേഖന പരമ്പരകളും വേണ്ട. അല്ലെങ്കിലും കെട്ടുകഥകൾക്കൊന്നും തെളിവ് വേണ്ടെന്ന് മനോരമ തന്നെ അവരുടെ പരസ്യത്തിൽ സമ്മതിച്ചതാണല്ലോ. പക്ഷേ കൈക്കൂലിക്കാരും BJPയുടെ അടിമകളുമായ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നാടകം കണ്ട് അതിനൊത്തുതുള്ളാൻ ഈ ജനങ്ങളാകെ മനോരമ വായനക്കാരല്ല എന്നോർത്താൽ നല്ലത്.